നമസ്കാരം. തിരഞ്ഞെടുപ്പുകളിൽ തോൽവിയും ജയവും സാധാരണയാണ്. ജയിക്കുന്നവർ ആഘോഷിക്കും, തോൽക്കുന്നവർ അല്പം സങ്കടപ്പെടും. പക്ഷെ ഇവിടെ അതിര് കടക്കുന്ന ആഹ്ലാദ പ്രകടനത്തെക്കുറിച്ചാണെന്ന് ഞാൻ സംസാരിക്കുന്നത്. അത് മുസ്ലിം ലീഗിന്റെ ചില പ്രവർത്തകർ ചില മണ്ഡലങ്ങളിൽ കാണിച്ച നെറികേട് തന്നെയാണ്. ഇവരോട് മാനിഷാത പറയുവാൻ മലയാളി ശ്രദ്ധിക്കണം, തയ്യാറാവണം. അടങ്ങി ഇരിക്കട എന്ന് പറയാൻ മലയാളി തയ്യാറാകണം. അല്ലെങ്കിൽ താലിബാനിസത്തിന്റെ എല്ലാ ഭീകരമുഖവും കേരളത്തിലും അഴിഞ്ഞാടും എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഞാൻ ഉദ്ദേശിക്കുന്നത്, നോക്കൂ, തവനൂരിൽ KT ജലീലിനെതിരെ നടന്ന ആഹ്ലാദ പ്രകടനമാണ്. അവരുടെ സ്ഥാനാർത്ഥി ജയിച്ചു, മുസ്ലിം ലീഗിന്റെ. അതിനുശേഷം അവർ ആഹ്ലാദ പ്രകടനം നടത്തുന്നു. നോക്കൂ, ഒരു ആട്ടിൻകുട്ടിയുടെ തല അറുത്ത് അതൊരു കൊമ്പിൽ കെട്ടിക്കൊണ്ട് ആഹ്ലാദ നൃത്തം നടത്തുകയാണ്. മുതിർന്ന ആളുകൾ, കുറച്ച് കൊച്ചു കുട്ടികളുമുണ്ട്. അതോടൊപ്പം മുതിർന്ന ആളുകൾ, കൊച്ചു കുട്ടികളിൽ നിന്ന് അത് വാങ്ങിച്ച് മുതിർന്ന ആളുകൾ. എങ്ങോട്ടാണ് ഇവർ പോകുന്നത്? നോക്കൂ, ഒരു സഹജീവി സ്നേഹം പോട്ടെ, ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് അത് സങ്കല്പിക്കാനാവാത്ത കാര്യമാണ്. അതിനുമപ്പുറം മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ പരാജയപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഫ്ലെക്സ് ബോർഡ് ഒരു സൈഡിൽ കൊണ്ടുവെക്കുന്നു, നാടൻ ബോംബെറിഞ്ഞ് അത് തകർക്കുന്നു. എന്താണ് ഇവർ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്? നോക്കൂ, വയനാട്ടിലും മറ്റും ചൂരൽമലയിൽ 100ഓളം പേർക്ക് വീടൊരുക്കി മലയാളി മനസ്സറിഞ്ഞ് കൈയടിച്ചു മുസ്ലിം ലീഗിന് വേണ്ടി, അവരുടെ നന്മയെ വാഴ്ത്തി. പക്ഷെ ഇത്തരം രീതികൾ, ഇങ്ങനെയുള്ള നന്മ നിറഞ്ഞ കാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം ഒരു മറയാണ് എന്ന് വിചാരിക്കുന്ന തരത്തിലേക്കാണ് ഇവരുടെ ഈ കാര്യം. മനസ്സിലുള്ള ക്രൂരതകൾ മറച്ചു വെക്കാൻ അവർ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നുവെന്ന് മലയാളി വിശ്വസിച്ചാൽ അതിനെ കുറ്റം പറയാനാവില്ല. കാരണം ഒരു അറുത്തെടുത്ത ആട്ടിൻകുട്ടിയുടെ തലയുമായി തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നടക്കുന്നവന്റെ മനസ്സിൽ എന്തായിരിക്കും? ക്രൗര്യവും സഹജീവിയോടുള്ള കരുണയില്ലായ്മയും എല്ലാം ഒരു മനുഷ്യത്വ വിരുദ്ധരായി ഇവരെ മാറ്റിയിരിക്കുന്നു. ഇത് മാറണം. ഒരു മതപരമായിട്ടുള്ള ഒരു താലിബാൻ മനസ്സ്, വൈകൃത മനസ്സ്, 6-ാം നൂറ്റാണ്ടിലെ അപരിഷ്കൃത ചിന്ത ഈ കാലഘട്ടത്തിലും അതേപോലെ അപരനെ അല്ലെങ്കിൽ എതിരാളിയെ കൊല്ലണം, അവൻ്റെ സ്വത്ത് കൊള്ളയടിക്കണം, അതിലൂടെ തങ്ങൾ ആഹ്ലാദിക്കും എന്നുള്ള ആ അപരിഷ്കൃത ചിന്താഗതി, അത് തന്നെയാണ് ഈ ആഹ്ലാദ പ്രകടനങ്ങളിൽ നിന്ന് ഇതിനോട് മാനിഷാത പറയുവാൻ മലയാളി ശീലിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്.